അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പുതിയ വർഷം അടിച്ചു പൊളിക്കാമല്ലോ അല്ലെ? കേൾക്കുന്നത് മുഴുവൻ വിഷമമുള്ള കാര്യങ്ങളാണ്. എന്തായാലും പുതിയ വർഷത്തോടു കൂടി തന്നെ കുറേ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാനും അല്ലെ, നമ്മുടെ ജീവിതത്തിലെ തിന്മകളൊക്കെ അവസാനിക്കുകയും 2025 നന്മയുടേതാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മുടെ ഷാജിനിയും പറഞ്ഞതുപോലെ തന്നെ അല്ലെ, കുറേ ആളുകൾ എന്നെ കണ്ടന്റ് ആക്കി, ഇനി ഈ 25 വർഷത്തിലെങ്കിലും നിങ്ങൾ എന്നെ വെറുതെ വിടൂ എന്നൊക്കെ പറഞ്ഞു. ശരിയാണല്ലേ? കുറേ ആളുകൾ ഷാജിദ കുറെ ആളുകൾക്ക് ഷാജിദ കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തു എന്ന് തന്നെ പറയാല്ലേ. ഷാജിദയുടെ ഓരോ കുറവുകൾ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും. അങ്ങനെ ആയിരുന്നു ഓരോരുത്തരും ഷാജിദയെ വെടിയിട്ടത്. ലാസ്റ്റ് വീഡിയോയിലും ഷാജിദ പറയുന്ന പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ കേട്ടപ്പോൾ നമുക്ക് മറുപടി പറയാനൊക്കെ തോന്നിയതാണ്. പക്ഷെ നമ്മളത് പറയാതിരുന്നത് വേറൊന്നുമല്ല, വേണ്ട. എന്നാലും മനസ്സ് സമ്മതിക്കാതെ ഈ ഒരേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെ, ഇഷ്ടം എന്ന് പറയുന്നത് വിവിധ രൂപത്തിലാണ്. കുഞ്ഞിന് അമ്മയോട് അല്ലെ, ഭാര്യയ്ക്ക് ഭർത്താവിനോട്, കാമുകിന് കാമുകിയോട്, അങ്ങനെ ആ ഇഷ്ടത്തിന്റെ ഒരു തോതിൽ വ്യത്യാസം ഉണ്ടാകും എന്നല്ലാതെ ഇഷ്ടം അവിടെയൊക്കെ ഒരു ഇഷ്ടം തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയാല് ആ ഇഷ്ടം തോന്നിയതിന്റെ പേരില് നമുക്ക് നമ്മുടെ കയ്യിൽ അവരുടെ പേരെഴുതാം, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മോതിരത്തിൽ അവരുടെ പേരെഴുതാം, അതുമല്ലെങ്കിൽ നമ്മുടെ മാലയിൽ അവരുടെ പേരെഴുതാം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ അവിടെ പറയുന്ന ഒരു കാര്യം, അതായത് ഞാനൊരു മഹർ പണിത് ഷറഫലിയുടെ പേര് ഇട്ടിട്ട് കുത്തിയിട്ട് ഞാനൊരു മഹർ കഴുത്തിലിട്ടു എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കേൾക്കുന്ന മറ്റുള്ള ആളുകൾ വിചാരിക്കും മഹർ എന്ന് പറയുന്ന സാധനം വെറുതെ ഒരു കളിത്തമാശയ്ക്കുള്ളതാണെന്ന്. ഒരിക്കലും അല്ല അല്ലെ, അതൊരു കളിത്തമാശയല്ല. ഇസ്ലാമികമായ ജീവിതം നയിക്കുന്ന ആളുകൾക്കറിയാം മഹറിന്റെ പ്രാധാന്യം എന്താണെന്ന്. അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ദയവ് ചെയ്ത് നമ്മളെ പോലെയുള്ള വിവരം കുറഞ്ഞ ആളുകൾ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ അതിനെ തോളും. കാരണം വിവാഹമൂല്യമാണ്, അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് വിവാഹവേളയിൽ സമ്മാനമായി നൽകുന്ന ഒന്നാണ് മഹർ. ആ മഹറിന്റെ അവകാശി ആ സ്ത്രീ തന്നെയാണ്. ആ പുരുഷന് പോലും പിന്നീട് ഒരു പക്ഷെ അതിന് അവകാശം ഉണ്ടായിരുന്നു വരില്ല. കാരണം ആ സ്ത്രീയും ആ പുരുഷനും കൂടി ഒരുമിക്കണമെങ്കിൽ മഹർ കൊണ്ട് തൃപ്തിപ്പെടണമെന്നാണ്. മഹർ എന്തുമാകാം, മാലയാവണം, കമ്മല, അങ്ങനെ ഒന്നുമില്ല. മഹർ എന്തുമാകാന്ന് പറഞ്ഞാൽ വിലയില്ലാത്ത വസ്തുക്കളാവരുത് കേട്ടാ. വല്ല അത്തിപ്പഴത്തിന്റെ കുരുവോ അങ്ങനെ വല്ല കല്ലോ മണ്ണോ ഇതൊന്നും പാടില്ല. പക്ഷെ മൂല്യമുള്ള എന്തുമായിട്ട് വിവാഹമൂല്യത്തെ നമുക്ക് കണക്കാക്കാം. അങ്ങനെയുള്ളതാണ് വിവാഹമൂല്യം. അപ്പൊ ദയവ് ചെയ്ത് ഷാജിദ ഇനി ഇത്തരം കാര്യങ്ങൾ പറയരുത്. കാരണം ഞാൻ എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. എന്തുന്നാണ് സേഫ്റ്റി? അതൊരിക്കലും അല്ല അല്ലെ. ഒരാളുടെ പേര് എഴുതിയാൽ മതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്റെ ഭർത്താവിന്റെ പേര് തന്നെ എഴുതാലോ. തന്റെ ഭർത്താവ് മരിച്ചു പോയതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും താൻ വിവാഹം കഴിച്ചു എന്നുള്ളത് പബ്ലിക് ആക്കാത്തിടത്തോളം കാലം തന്നെ ആരും ആ ലെവലിൽ കാണില്ല. ഇപ്പോഴും താൻ ഒരു വിധവ തന്നെയാണ്. അപ്പൊ തന്റെ കഴുത്തില് ഒരു ഷറഫലയുടെ പേരെഴുതി ഇട്ടത് കൊണ്ട് തന്നെ ഒരുവിധം ആളുകൾക്ക് തന്നെ അറിയാം. താൻ പിന്നെ ഔട്ട് ഓഫ് കൺട്രീസിൽ പോണ ആളൊന്നും അല്ലല്ലോ. തന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് താൻ അത് എഴുതി വെച്ചതെന്ന് പറയാനായിട്ട്. പക്ഷെ ഇത്തരം വിവരമില്ലായ്മകൾ അല്ലെങ്കിൽ ഇത്രമാത്രം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയരുത്. കാരണം മഹർ എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ ബാധിക്കുന്നതാണ് അല്ലെ. ഇസ്ലാമികമായി എല്ലാ സ്ത്രീകളും പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ടതും അതിന്റെ മൂല്യം ഉൾക്കൊള്ളുന്നതുമാണ്. അപ്പൊ അതുകൊണ്ട് അതിനൊരു വിലയില്ലാത്ത പോലെ ഷാജിദ പറയരുത്. അപ്പൊ ഇനി ഷാജിദ പറഞ്ഞതുപോലെ ഷാജിദ ഇത്തരം വില കുറഞ്ഞ കാര്യങ്ങൾ പറയാതിരിക്കുക. അപ്പൊ ഷാജിദേനെ ആരും ട്രോളാൻ വരില്ല. ഷാജിദയുടെ ജീവിതത്തിൽ എന്നും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മസ്റൂറ ഫാത്തിമ എന്ന ചാനലിന്റെ ഓണറായ നജ്ലയുടെ കാര്യമാണ്. നജ്ലയെ കുറിച്ച് നജ്ല ഇപ്പൊ കുറച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാജിദ മൂലം തന്നെയാണ് നജ്ല റീച്ചായി എന്ന് നജ്ല തന്നെ സമ്മതിക്കുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് ഷാജിദയ്ക്ക് അതൊരു പന്തുപോലെ തന്നെയാണല്ലേ. എവിടെ എത്താത്ത ഒരാള് ഷാജിദയുടെ പേരും പറഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊരു നന്മ തന്നെയാണ്. കാരണം അവിടെ ഒരു തിന്മ ഉണ്ടായിട്ടില്ല. എന്തോ ഒരു കാര്യത്തിൽ ഒരാളുടെ പേരെടുത്തിട്ടു, അവിടെ നിന്ന് കയറി എല്ലാവരും കയറി നജ്ലയുടെ വീഡിയോ കണ്ടു, നജ്ലേനെ ഒന്ന് റീച്ചാക്കി. നജ്ല റീച്ചായി, അൽഹംദുലില്ലാ. വരുമാനം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടുമായിരിക്കില്ല, കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ്. അപ്പൊ നജ്ലയെ സംബന്ധിച്ചിടത്തോളം നജ്ല ഒന്ന് പച്ച പിടിക്കുന്നു കണ്ടു കഴിഞ്ഞപ്പോ അവിടെ ട്രോളാൻ ഒരുപാട് ആളുകളായി തുടങ്ങി. എനിക്കൊന്ന് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരുപാട് ആളുകൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട്. ഒരാളോ രണ്ടാളോ ഒന്നുമല്ല, ഇഷ്ടം പോലെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് സമ്പത്ത് ഒരാളുകൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം, അപ്പൊ അതിന് മേലെ അവർക്ക് കഷ്ടപ്പാടുകളുണ്ട്. ഒരിക്കലും സമ്പത്തിന്റെ
എന്താ പറയാ വരവും സമ്പത്തിനോടുള്ള ആഗ്രഹവും ആർക്കും നിൽക്കണില്ല. എല്ലാവർക്കും കുറച്ച് കിട്ടിയാൽ അതിന്റെ കൂടെ കിട്ടണതല്ലേ, 10 കിട്ടിയാൽ ശതകം മതി എന്നും ശതകമാകിലോ സഹസ്രം മതി എന്നും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി പറയണേ. അപ്പൊ എല്ലാ മനുഷ്യനും കിട്ടുന്തോറും ആർത്തി കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ അതിന്റെ മറ്റൊരു വശമാണ്, മറ്റൊരാൾക്ക് കിട്ടുന്നു എനിക്കത് കിട്ടുന്നില്ല എന്ന് വരുമ്പോ അസൂയ എന്ന് പറയുന്ന ഒരു സംഗതി അതും ഉണ്ടാകാം. പിന്നെ നജലയുടെ ലൈഫ്, നജലയെ കുറിച്ച് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ആർക്കും നജലയെ കുറിച്ച് അറിയുന്ന ആളുകൾ നജലയുടെ നാട്ടുകാരും നജലയുടെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെയാണ്. പക്ഷേ നജലയെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കൈയൊഴിയാതെ നിൽക്കുന്ന ഒരു കുടുംബം നജലയ്ക്കുണ്ട്. കുടുംബത്തിന് ഇത്തിരി സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതിന്റെ പേരിൽ നജല യൂട്യൂബിൽ വന്നിട്ട് നജല ആളുകളോട് സഹായം ചോദിച്ചു. അൽഹംദുലില്ലാ നജലയെ ഒരുപാട് ആളുകൾ സഹായിച്ചു. ഇന്ന് അൽഹംദുലില്ലാ നജല ഒരു പടി മുന്നിൽ. കാരണം കേറി താമസിക്കാൻ ഒരു അടച്ചുറപ്പുള്ള വീടുണ്ടാവുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ് അല്ലെ. പ്രത്യേകിച്ചും ഭർത്താവില്ലാതെ മക്കളെ കുട്ടിപ്പിടിച്ച് കഴിയുന്ന ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. വാടക വീട്ടിൽ താമസിക്കുന്നു അല്ലെ, വാടക കൊടുക്കാൻ ഇല്ലാതെ വരിക, നമ്മൾ കഷ്ടപ്പെടുന്നത് നമുക്ക് തികയാതെ വരിക. ഒരാൾ താമസിക്കുന്ന പോലെയല്ലല്ലോ ഒന്നിൽ കൂടുതൽ ആളുകളായിട്ട് വരുമ്പോ. പിന്നെ നമ്മൾക്കൊക്കെ ഒരു പെൺകുട്ടി ഉണ്ടായാൽ നമുക്ക് വളരെ ചെറുപ്പത്തിൽ, അതായത് ഒരു പെൺകുട്ടി ജനിക്കുമ്പോഴേ തുടങ്ങും ആളുകൾ സ്വപ്നങ്ങൾ നെയ്യാനായിട്ട്. അവളെ കെട്ടിച്ചു വിടുന്ന കാര്യം, അവൾക്ക് വേണ്ടി എടുത്തു വെക്കണം, അങ്ങനെയൊക്കെ സ്വരൂപിച്ചും പിടിച്ചിട്ടൊക്കെയാണ് നമ്മൾ നമ്മുടെ പെൺമക്കളെ കെട്ടിച്ചു വിടുന്നത്. പക്ഷെ എല്ലാ ലൈഫും പൂർണ്ണമായും വിജയത്തിലെത്താറില്ല. ഒരു പരിധി വരെയൊക്കെ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പാരന്റ്സിന് പറ്റാതെയോ അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് പറ്റാതെയൊക്കെ വരുമ്പോൾ ആ ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ ഉടഞ്ഞു പോകാം. അങ്ങനെയും സംഭവിക്കാലോ അല്ലെ. അത് തന്നെയാണ് നജിലയുടെ ജീവിതത്തിലും സംഭവിച്ചത്. നജില ഇങ്ങനെ ജീവിച്ചാൽ എനിക്കൊരു പക്ഷെ രക്ഷപ്പെടാൻ സാധിക്കും, അതല്ലെങ്കിൽ എന്റെ ഭാവി രക്ഷപ്പെടും എന്നുള്ളൊരു സ്വപ്നമൊക്കെ കൊണ്ട് തന്നെയാണ് നജില ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. പക്ഷെ നജിലയ്ക്ക് പരാജയങ്ങളായിക്കൊണ്ട് നജില വല്ലാത്തൊരവസ്ഥയിലായി. അപ്പൊ പിന്നീട് ആളുകൾക്ക് സംശയമായി. നജില സംസാരിച്ചു, എന്റെ മക്കൾ യത്തീമാണെന്ന് പറഞ്ഞു, യത്തീമാണ് എന്ന് പറഞ്ഞു അല്ലെ. നജില പറയുന്നുണ്ട് 3500 രൂപ എനിക്ക് ഒരു കുഞ്ഞിന് ചെലവിന് തരാന്ന് പറഞ്ഞു എന്നൊക്കെ നജിലയുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ ആളുകൾക്ക് സംശയമായി, നജിലയുടെ കുഞ്ഞ് ഒരാളാണ്, പിന്നെ നജിലയെ അറിയുന്ന ആളുകൾ ആരെങ്കിലും വന്ന് ട്രോളൂലോ അല്ലെ, കമന്റ് ഇടും, ഒരു ഭർത്താവല്ല അല്ലെങ്കിൽ ഇനി 10 ഭർത്താവാണെന്നൊക്കെ ആൾക്കാർക്ക് പറയാം. എന്ത് വേണമെങ്കിലും ആളുകൾക്ക് പറയാം. പറയുന്നതിൽ ചിലപ്പോൾ ഒരു 10% ശരി ഉണ്ടാകാം, 90% തെറ്റാണെങ്കിലും ഈ 10% ശരിയിൽ നിന്ന് ഊതി 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 അത് എങ്ങനെ 99 100ലേക്ക് എത്തിക്കും എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളവരെല്ലാവരും. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എല്ലാവരെയും സഹായിക്കാനൊന്നും പറ്റില്ല. സഹായിക്കുന്ന ആളുകള് ഇപ്പൊ നജല ഇടുന്ന വീഡിയോ കണ്ടു, അതിനോട് ഇഷ്ടം തോന്നിയിട്ട് നജലയെ ഒരുപാട് ആളുകൾ സഹായിക്കാൻ വന്നു. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. കാരണം നന്മ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. നല്ല വലിയ മനസ്സുള്ളവർക്ക് മാത്രമേ നന്മ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ ഇങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിയോട് കൂടി പിന്നിലേക്ക് വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരവസ്ഥ തന്നെയാണ്. അത് ഇപ്പോൾ ഉള്ളതൊന്നുമല്ല, പണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. അൽഹംദുലില്ലാ നജിലയ്ക്ക് ചെറിയൊരു വരുമാനം വരുന്നു, അല്ലെങ്കിൽ നജിലയെ മറ്റുള്ളവർ സഹായിക്കുന്നു, നജിലയ്ക്ക് അല്പം ഇടാനായിട്ട് നല്ല ഡ്രസ്സുകൾ കൊടുക്കുന്നു, നല്ല ഗിഫ്റ്റുകൾ അയക്കുന്നു, നല്ല വീടായി, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്തിനാണ് മറ്റുള്ളവരുടെ കണ്ണ് മഞ്ഞളിക്കുന്നത്? കാരണം പടച്ചവൻ നമുക്ക് തരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നമുക്ക് കിട്ടിയിരിക്കും. പിന്നെ ഒരാളെ കുറിച്ച് എനിക്ക് അയാളെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ അതിലേക്കൊന്നും പോകണ്ടല്ലോ അല്ലെ. നജിലയുടെ അഡ്രസ്സ് പൂർണ്ണമായി നജിലയുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. നജിലയെ കുറിച്ച് അറിയേണ്ടവർ അവരുടെ മഹലിൽ പോയി അന്വേഷിക്കുകയോ അവിടെയുള്ള ആളുകളെ പോയി അന്വേഷിക്കുകയോ അല്ലെങ്കിൽ വ്യക്തമായ ഐഡിയിൽ വന്നുകൊണ്ട് ചോദിക്കുകയോ ഒക്കെ ചെയ്യാം. തെറ്റായ ഐഡിയയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യരെ തമ്മിൽ തെറ്റിച്ചിട്ട് അല്ലെങ്കിൽ ആ കുട്ടിക്ക് കിട്ടുന്ന വരുമാനം ഇല്ലാതാക്കിയിട്ട്, അതും അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഫിത്തന ഉണ്ടാക്കിയിട്ട് ആ മക്കൾക്ക് ഭാവിയിൽ ഒരു അരോചകത്വം ഉണ്ടാകുന്ന രീതിയിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവണില്ല. ഭയങ്കര ഫീൽ തോന്നിട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നജില ചില ആളുകൾ പറയും ഭയങ്കര റെപ്യൂട്ടേഷൻ ആണ്. ശരിയാണ്, റെപ്യൂട്ടേഷൻ ആണ്. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കാണാം, അല്ലാത്തപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് വെറുതെ ഓൺ ചെയ്ത്, നിങ്ങൾ ഇനി ആ കുട്ടിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ വെറുതെ കുറച്ചു നേരം ഓൺ ചെയ്ത് വെച്ചാൽ മതി അല്ലേ, 5-10 മിനിറ്റ് അല്ലേ. അതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു റീച്ച് കിട്ടും, നിങ്ങൾ അതിന് കാരണക്കാരാവും ചെയ്യും. ആ കുട്ടിക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ആ മക്കള് അന്നം കഴിക്കുന്നു, അത് നിങ്ങൾക്കും നല്ലതാണ്. ഒരിക്കലും നിങ്ങൾ അതില് പരാജയപ്പെടില്ല, നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നജിലയെ കുറിച്ച് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ നജിലയെ വിളിച്ച് സംസാരിക്കുന്നു, നജിലയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് നജില എന്നോട് നജിലയുടെ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ നജിലയ്ക്ക് ഈ സമൂഹത്തിൽ വന്നിരുന്നു കൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാല്ലേ. ജീവിതത്തിൽ ഒരു പരാജയമില്ലാത്ത ആളുകൾ ആരാ? ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി.
ഒരാളുടെ മുമ്പിൽ കൈ നീട്ടിയിട്ട് എനിക്കൊരു 5 രൂപ നിങ്ങൾ തരണം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറയേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ വേദന, അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു കാര്യത്തില് നജിലും ഷാജിദയും ഒക്കെ ഒപ്പം തന്നെയാണ്. ഇപ്പൊ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ട് അങ്ങനെ പറയണമെന്ന്, കാരണം എനിക്ക് വീടില്ല എന്നൊക്കെ പറയാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ എനിക്ക് ഭർത്താവുണ്ട്, എനിക്ക് മകനുണ്ട്, എനിക്കൊരു കുടുംബമുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ പ്രാപ്തരായവർ അല്ലാഹു തആല എനിക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ഇവിടെ സോഷ്യൽ മീഡിയയിലെ മുമ്പിൽ വന്നിരുന്നിട്ട് കരയാൻ പറ്റുമോ? എനിക്ക് നിങ്ങളത് ചെയ്യണം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാനൊന്ന് ചിന്തിക്കണ്ടേ? അല്ല, ഇതുപോലെ ഇല്ലാത്ത ആളുകൾ എത്രയോ ഉണ്ട്. അപ്പൊ എനിക്കത് പറയാൻ പറ്റില്ല. പക്ഷെ പറയാൻ കഴിയുന്നവര് അവരുടെ എന്താ പറയാ, വല്ലാത്തൊരു അവസ്ഥയിലാണ് അവരത് വന്നിരുന്ന് പറയണേ. അത് പറഞ്ഞിട്ട് ആളുകൾ അവരെ സഹായിക്കുകയാണെങ്കിൽ സഹായിച്ചോട്ടെ, അതുകൊണ്ട് എന്താണ് കുഴപ്പം? ഇനി നിങ്ങൾക്ക് അറിഞ്ഞേ തീരുമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി അങ്ങോട്ട് കയറുക അല്ലെ, ഒരു വണ്ടി വിട്ട് നമ്മള് നേരെ പോകുന്നു നജലയുടെ വീട്ടിൽ, തിരുവനന്തപുരത്ത് എന്താ കുറെ അഡ്രസ്സൊക്കെ ആൾ പറയണ്ടേ. ഞാൻ പിന്നെ പോകാൻ ആഗ്രഹിക്കാത്ത കാരണം ഞാൻ അതൊന്നും പെട്ടെന്ന് നോക്കുന്നില്ല. അപ്പൊ അവിടെ ചെന്ന് നജിലയെ കുറിച്ച് അന്വേഷിക്കുക അല്ലെ. എന്നിട്ട് നമ്മുടെ കയ്യിൽ വെല്ലുണ്ടെങ്കിൽ കൊടുത്തിട്ട് പോരാ, അല്ലെങ്കിൽ നജിലയുടെ അടുത്ത് പറയാം എനിക്ക് തിരിച്ചു പോകാൻ വണ്ടി ചാർജില്ല, നജില എനിക്ക് തരണം എന്ന് പറയാം. അങ്ങനും ചെയ്യാലോ. പക്ഷെ എന്തിനാണ് ഇങ്ങനെ തേജോവധം ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നത്. ഭയങ്കര വിഷമം തോന്നും ചില വീഡിയോസ് കാണുമ്പോൾ. കാരണം എന്താന്ന് വെച്ചാൽ വീഡിയോസിലല്ല പ്രശ്നം കേട്ടോ, വീഡിയോസ് ഇടുന്നവരൊന്നും കുഴപ്പക്കാരല്ല. പക്ഷെ കുഴപ്പം മുഴുവൻ ഈ കമന്റുകൾ കൊണ്ടുപോകുന്നവരാ. അവരെന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അവർക്ക് എന്തോ മറ്റുള്ളവര് നന്നാവുന്നത് കൊണ്ടുള്ള അസൂയാണ്, അതൊന്നും അല്ല. എന്തോ വെറുതെ ചില കമന്റുകളൊക്കെ വായിച്ചാൽ നമുക്ക് റഹ്മാനെ സങ്കടം തോന്നും. ഇവരെന്താണ് അവരവരുടെ മാന്യതയാണ് ഈ നഷ്ടപ്പെടുത്തുന്നതെന്ന് പോലും ചിന്തിക്കാതെയാണ് കമന്റുകൾ ഇടുന്നത്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ എവിടെയോ കിടക്കുന്ന ഒരു നജില അല്ലെ, ആ കുട്ടിക്ക് 2-3 മക്കളുണ്ട്. അൽഹംദുലില്ലാ, അതന്നെ വലിയൊരു ഭാഗ്യാണല്ലേ. ഇനിയിപ്പോ 10 കെട്ടിയാലും മക്കളില്ലാത്ത ആളുകൾ എത്രയുണ്ട്. ആ കുട്ടിക്ക് മക്കളുണ്ടെന്നെങ്കിലും പറയാലോ. ഇന്നല്ലെങ്കിൽ നാളെ ഇത്രയൊക്കെ കഷ്ടപ്പാട് സഹിച്ചിട്ട് ആ മക്കളെ വളർത്തി ഏതെങ്കിലും ഒന്ന് വെള്ളം തുറന്ന് കിട്ടിയാൽ ഒരു പക്ഷെ കുട്ടി രക്ഷപ്പെടില്ലേ? അങ്ങനെ ചിന്തിച്ചൂടെ നമുക്ക്? നമ്മൾ എന്തിനാണ് ഇങ്ങനെ വല്ലാതെ അവരെ ഇട്ട് ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? പിന്നെ ഞാൻ നജിലയെ വിളിച്ചപ്പോൾ നജില പറഞ്ഞു എനിക്കൊന്നും എത്തിയിട്ടില്ല എത്താം, പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു, ഞാൻ വീഡിയോ ഇടുന്നത് നിർത്തുകയാണ്. എന്താ വെച്ചാ ബാഡ് കമന്റുകൾ എനിക്ക് കാണുമ്പോൾ എനിക്ക് എന്തോ വിഷമം തോന്നുന്നു എന്നൊക്കെ നജില പറയണം. ഞാൻ നജിലയുടെ തപ്പലും പറഞ്ഞിട്ടപ്പോ ഞാൻ നജില നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, മക്കൾക്ക് 10 രൂപ കിട്ടിക്കോട്ടെ, നല്ല വീഡിയോസ് നീ ഇടുന്ന വീഡിയോസിന് എന്താ കുഴപ്പം? നീ നിന്റെ കാര്യങ്ങൾ പറയുന്നു, ഇനി അറിയണം എന്നുള്ള ആളുകൾ നിന്റെ വീട്ടിലേക്ക് വരും, അവര് നിന്നെ വന്ന് അന്വേഷിക്കും. അപ്പൊ നീ പറഞ്ഞു കൊടുത്തോ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന എല്ലാം ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബം ഉണ്ടല്ലേ, നമ്മൾ മാത്രമല്ല നമ്മുടെ പിന്നിൽ ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റാതെ ആയപ്പോഴാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് കഴിയുന്നവരൊന്ന് സഹായിക്കുന്നു പറഞ്ഞത്. അത്രേ ആ കുട്ടി ചെയ്ത് തെറ്റുള്ളൂ അല്ലേ? അതൊരു വലിയ തെറ്റാണോ? എത്രയോ ആളുകൾ ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഈ മരിക്കാൻ കിടക്കുമ്പോൾ മാത്രം ചാരിറ്റി ചെയ്താൽ മതിയോ? നമ്മൾ മരിക്കാൻ കിടക്കുന്നവർക്കെല്ലാം സഹായിക്കാറുണ്ട്. ഈ കുട്ടിക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ ഈ കുട്ടിയെ സഹായം ചോദിച്ചത്. അത് നമുക്ക് ചെയ്യാൻ കഴിയുന്നവർ ചെയ്യാം, അല്ലാത്തവര് ചെയ്യണ്ട, വിട്ടുപിടിക്കുക. ഇനി കമന്റ് ഇട്ടോളൂ, കമന്റ് ഇടാൻ നിങ്ങൾക്കെല്ലാം ഇടാം. പക്ഷെ ഉടായിപ്പാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്കൊണ്ടൊരു മനസ്സെന്ന് നിങ്ങൾ ഓർക്കുക അല്ലെ. പിന്നെ ഞാനൊന്ന് കേട്ടു, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പാവങ്ങളെ സഹായിച്ചിട്ട് പാവങ്ങളുടെ ഗൂഗിൾ പേ ചോദിക്കുമ്പോൾ കൊടുക്കാതെ സ്വന്തം ഗൂഗിൾ പേയിൽ പൈസ വരുത്തിയിട്ട് അതാണ് ഒരു ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കുക, പാവങ്ങളുടെ കാര്യം പറയുമ്പോൾ ഗൂഗിൾ പേ അയക്കാൻ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ആളുകൾ അയക്കണ്ട. എന്തിന്? ഇനി നിങ്ങൾക്ക് കൊടുത്തേ തീരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അഡ്രസ് അന്വേഷിച്ചു പോ, അല്ലെങ്കിൽ അവരുടെ അഡ്രസ് ചോദിക്കേ, അഡ്രസ്സിൽ അന്വേഷിച്ചു പോയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഇത്ര ചെയ്താൽ പോരെ? ഇനിയിപ്പോ ഇതൊന്നും വേണ്ട കേട്ടോ, നമ്മുടെയൊക്കെ ഫാമിലിയിൽ തപ്പിയാൽ തന്നെ നമുക്ക് കിട്ടും അത്യാവശ്യം നമ്മൾ സഹായിക്കേണ്ട ആൾക്കാരെ. നിങ്ങൾ അവരെ പോയി സഹായിച്ചാൽ മതി. പിന്നെ എന്തിനാണ് ഈ എന്താ പറയാ ശവത്തിൽ കുത്തി പ്രാക്കേൽക്കുക എന്ന് പറയും ഞങ്ങളൊക്കെ. ശവത്തിൽ കുത്തുക എന്നിട്ട് പ്രാക്കേൽക്കുക, അത് ചത്തു, ഓൾറെഡി ചത്തു, അതിനെ വീണ്ടും വീണ്ടും കുത്തി മുറിവേൽപ്പിക്കുന്നത് എന്തിനാണ്? നമ്മൾ വിചാരിക്കും നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോ എന്താ ചോദിച്ചേ, ഉള്ളതല്ലേ ചോദിച്ചുള്ളൂ. അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഉള്ളതല്ലേ പറഞ്ഞോളൂ, ഇല്ലാത്തത് ഞാൻ പറഞ്ഞു എന്നൊക്കെ. ഞാൻ ഉള്ളത് തന്നെയാ പറഞ്ഞത്. എന്റെ ഒരു തിയറിയാണ് കേട്ടോ. എനിക്ക് സഹായിക്കാൻ കഴിയില്ല, പക്ഷെ ഊണ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഊട്ടുപുര കാണിച്ചു കൊടുക്കാന്ന് പറയാൻ എന്റെ ഉമ്മച്ചിയൊക്കെ ചെറുപ്പത്തില്. കാരണം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മോളെ അവിടെ പോയാൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പറയാൻ അതിനൊരു മനസ്സ് നമുക്കുണ്ട്. ആർക്ക് വേണമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തും റഹ്മത്തൊക്കെ ചുരിഞ്ഞു കൊടുക്കട്ടെ. നമ്മുടെ അയൽപക്കക്കാരും നമ്മുടെ പരിസരത്തുള്ളവരൊക്കെ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഒരു തുള്ളി വെള്ളം മേടിച്ച് നമുക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുമോ? ചോദിച്ചിട്ട് പറ്റില്ലല്ലോ. അപ്പൊ അവരെങ്കിലും രക്ഷപ്പെടട്ടെ, നമ്മളോ രക്ഷപ്പെട്ടില്ല പോട്ടെ, നമ്മുടെ വിധി ഇങ്ങനെ. രക്ഷപ്പെടുന്നവര് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചൂടെ? അപ്പൊ വളരെ വേദന തോന്നിട്ടോ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ. നജില പറയും ചെയ്തു, ഒരുപാട് ഇങ്ങനെ നല്ല കമന്റുകൾ കുറെ ഉണ്ട്, പക്ഷെ നല്ലതൊന്നും നമുക്ക് കാണില്ലല്ലോ. പക്ഷെ ബാഡ് കമന്റുകൾ വരുമ്പോൾ നമുക്കത് ഇങ്ങനെ ഫീൽ ചെയ്യാണ് ഒരുപാട്. ആ കുട്ടി ഒരു വീഡിയോയിൽ പറയണ്ടായി, ഞാൻ ചെയ്യുന്നത് മുഴുവനും നല്ലതല്ല, എനിക്കും ഫോൾട്ട് ഉണ്ട്, പക്ഷെ എന്റെ ഫോൾട്ടുകൾ ഞാൻ എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ച് എന്റെ റബ്ബിനോട് ചോദിച്ചാൽ എനിക്ക് അതിന്റെ റബ്ബ് പുറത്തു തരും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വേദന ഉണ്ടല്ലോ, എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് ആ കുട്ടി പല വീഡിയോയിലും പറയണ്ടായി.
പിന്നെയും ഇങ്ങനെ മുളക് തേക്കുകയെന്ന് പറയില്ല നമ്മള്. ജീവനുള്ള ശരീരമാണ്, പക്ഷെ മരിച്ച മനസ്സാണ്. ജീവനുള്ള ശരീരത്തിൽ ബ്ലേഡ് കൊണ്ട് മുറിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്ന ഒരവസ്ഥയാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഷാജി ആയാലും നമ്മുടെ എന്താ പറയാ നജില ആയാലും ഒക്കെ പോട്ടെ, അവരൊക്കെ ഒന്ന് വിട്ടുപിടിക്ക്. ഒരുപാട് പെൺപിള്ളേരുണ്ട് കഷ്ടപ്പെടുന്നവർ അവരുടെ ഫാമിലിയിൽ. എന്താ പറയാ അടിച്ചു പൊളിക്കാൻ വേണ്ടി ജീവിക്കുന്ന യൂട്യൂബിലുള്ളവരുണ്ട് കേട്ടാ. അവർ അടിച്ചുപൊളിയുടെ മുകളിൽ അടിച്ചുപൊളിയായിട്ട് കഴിയുന്നു. ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ലേ. ഷാജിക്കും കുറെ ഉടായ്പാണ്, അതാണ് ഇതാണ്. ഷാജി ചെയ്ത വീഡിയോ കുറേ എന്താ പറയാ കുട്ടി പറഞ്ഞ് എന്തൊക്കെയോ. ഒരു മനസ്സല്ലടോ, വിട്ടുപിടിക്കുക. പിന്നെ ഷാജിദ പറയുന്ന ചില കാര്യങ്ങൾ ഇസ്ലാമികമായ കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ആവണേ. എല്ലാ വീഡിയോയും ഞാൻ ഓരോ വീഡിയോ എടുത്തെടുത്ത് നോക്കിയാലും ഞാൻ കുറ്റം പറയുന്നത് ആ കുട്ടിയെ അല്ല, ആ കുട്ടി പറഞ്ഞ ചില കാര്യങ്ങള്. കാരണം ഞാൻ ഇന്ന് വരെ ഞാൻ ഷാജി പൊട്ടയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നജില പൊട്ടയാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആരും ഇങ്ങനെ പറയല്ല ചെയ്യുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ ദീനിയായ ചില കാര്യങ്ങൾ പറയും. മഹറിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ഇപ്പൊ നിക്കാഹിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരവരുടെ ഗതികേട് കൊണ്ടാണ് അവരിങ്ങനെ വന്നിരുന്ന് പറയാമെന്ന്. പക്ഷെ അവരെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അവരെന്തൊക്കെയോ ആയി തീരുന്നു അല്ലെ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ അവരെ സഹായിക്കണ്ട. നമുക്ക് വീഡിയോ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ വീഡിയോ കാണാണ്ട് വിട്ടേക്കുക. കാണുന്നവർ കണ്ടോട്ടെ, അല്ലാത്തവർ കാണണ്ട. അവർക്ക് റീച്ച് ആയില്ലെങ്കിൽ ആവണ്ട. റീച്ച് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ അല്ലെ. നമ്മളൊന്നും കൊടുക്കണില്ലല്ലോ. പിന്നെ നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയുടെയും ഫലം അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ്. മരണം എന്നൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ അല്ലെ. മരണം എന്നത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിന് ശേഷം പല വിശ്വാസങ്ങളിലൂടെയുള്ള ആളുകൾ പല തരത്തിലുള്ള വിശ്വാസങ്ങളാണ് അവർക്ക്. ചിലവർ പറയുന്നത് മരണത്തോടുകൂടി എല്ലാം കഴിയുന്നു പറഞ്ഞു, ചില ആളുകൾ പറയുന്നത് മരണത്തോടു കൂടി നമ്മൾ ജീവിതം ആരംഭിക്കുന്നുള്ളൂ എന്ന് പറയുന്നു അല്ലെ. അവിടെ നമുക്കൊരു നല്ലത് ഉണ്ടാവും എന്തായാലും, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു അല്ലെ, ദുആ ചെയ്യുന്നു. അപ്പൊ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്താം. നിങ്ങള് ഇപ്പൊ അവസാനം വരെ ഒന്നും ആരും വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടവര് ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞു ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ എൻ്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം കേട്ടോ, എൻ്റെ വീഡിയോ ഞാനൊന്ന് ഒന്ന് ചാനൽ മാറ്റിയിട്ടേക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ട്രബിൾ കിട്ടിയിട്ടുണ്ട്. ഒരു വാണിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താണ് യൂട്യൂബിന്റെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അല്ലെ, അത് കറക്റ്റ് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് മോണിറ്റൈസേഷൻ ആപ്റ്റ് ആയിട്ടില്ല. അപ്പൊ ഞാൻ മറ്റൊരു ചാനലാണ്, ആ ചാനലാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്താ പറയാ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് കയറി വരണം, അത് തന്നെയാണ്. അതായത് എല്ലാവരുടെയും ലക്ഷ്യം ഏണിങ്സ് ആണ്, വരുമാനം. അതായത് ജോലി പോലെ തന്നെയാണിത്. നമ്മൾ പുറത്തു പോയിട്ടൊരു ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അല്ല. പ്രായം ഉണ്ടല്ലോ അല്ലെ. അപ്പോൾ ഒരു മനസ്സുണ്ട് നമുക്കൊരു ജോലി ചെയ്യാൻ. അത് ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് ഒരാളെ വേദനിച്ചിട്ട് വിഷമിപ്പിച്ചിട്ട് ഒന്നും ആവരുതെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമുക്ക് ടാറ്റ.